അസ്സലാമു അലൈക്കും. നസീമ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഓട്ടാട ഉണ്ടാക്കാനാണ്. ഓട്ടാട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാൻ ഓട്ടാട ഉണ്ടാക്കാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിയാണ്. ഒരു 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇതൊന്ന് കുതിർത്തി വെക്കാം. ഒന്ന് മിക്സാക്കി വെക്കാം. നമുക്ക് ഒരു അരമണിക്കൂർ മിക്സാക്കി നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. അരിമാവ് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അരമണിക്കൂറായി. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിൽ എടുത്തിടാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 മുട്ട ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടിക്ക് 2 മുട്ടയാണ് ഞാൻ ചേർക്കുന്നത്. അങ്ങനെ 1.5 കപ്പിന് 3 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. മാവെല്ലാം അടിച്ചിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് ഈ പരുവമാണ്. വെള്ളത്തിൻ്റെ അളവെല്ലാം നമ്മൾ 2 കപ്പ് വെള്ളമാണ് അതിൽ ചേർത്തിട്ടുള്ളത്. 3 മുട്ടയും ചേർത്ത് 1.5 കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതുണ്ടോ, ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിലുള്ളതാണ് ഞാൻ വെച്ചേക്കുന്നത്. അത് നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഓട്ടാടയൊക്കെ റെഡിയായാൽ നമുക്ക് നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം. ഇതൂടെ നമുക്ക് വെന്തിട്ടുണ്ട്. ഇതൂടെ നമുക്ക് എടുക്കാം. ബാക്കി എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഓട്ടാട എല്ലാം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ മട്ടൻ കറിയും കൂടെയാണ് വെച്ചേക്കുന്നത്. മട്ടൻ കറിയും ഓട്ടാടയും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.